ഉം. ഈ ശിവൻ അല്ലേ ഇപ്പം രാജേഷ് ബ്രദർ വായിച്ചത് ശിവനാണ് ബ്രഹ്മാവിനെ ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ ഈ അപ്പന്റെ സാധനം കാണാനാണ് ബ്രഹ്മാവ് പോയത്. അപ്പൊ സ്വന്തം അപ്പന്റെ സാധനം കാണാൻ പോയ ഈ ബ്രഹ്മാവിനെ എങ്ങനെ ദൈവമായിട്ട് ആരാധിക്കും? ഈ സാധനം സ്വന്തം മകനെ കാണിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടു നടന്ന ഈ ശിവനെ എങ്ങനെ ദൈവമായിട്ട് ആരാധിക്കും? കാർത്തിക് യുക്തി ഇതാണോ സനാതനാധർമ്മം? ഈ സനാതനാധർമ്മത്തിലേക്കാണോ ഈ കറുവാപ്പച്ചി ആയത് കാർത്തിക് ശിവകുമാർ? ഈ സനാതനധർമ്മത്തില് ഇന്നത്തെ അജീശ്വരത്ത് വായിച്ച ഒന്നാമത്തെ പോയിന്റ് ആദി പരാശക്തി എന്നൊരു വാക്യം പറഞ്ഞല്ലേ? ഒന്നാമത്തെ പോയിന്റ് ആദി അതെ അതെ. പരാശക്തി. ഉം. ഈ ആദി പരാശക്തി ഈ സനാതനാധർമ്മം അനുസരിച്ച് ഈ ആദി പരാശക്തി ദൈവമല്ലേ? സകലത്തിന്റെയും തുടക്കം എന്നല്ലേ ഇവർ പറയുന്നത്? ആദി പരാശക്തി എന്ന് പറഞ്ഞാൽ സകലത്തിന്റെയും മുമ്പുള്ള ശക്തിയാണ്. അപ്പൊ ഈ ശിവൻ എങ്ങനെ ഉണ്ടായി? ആദി പരാശക്തി ഉണ്ടാക്കിയോ ശിവനെ? അപ്പൊ അമ്മയും മോനും കൂടാണ് പിന്നെ പരിപാടി നടത്തിയാണ് ബ്രഹ്മാവിനെ ഉണ്ടാക്കിയത്. അപ്പൊ ഈ സനാതനധർമ്മത്തിലേക്കാണോ കാർത്തിക് ശിവകുമാറെ ഈ ഇന്ത്യയിലെ ജനങ്ങളെ താങ്കൾ ക്ഷണിക്കുന്നത്? ബാക്കി വായിക്കു ബ്രദറെ. ഈ സനാതനധർമ്മം നമുക്കിന്ന് അറിയണം. ഈ സനാതനധർമ്മം അജേഷ് എന്തുവാണ്? ബദറെ, ആ അജേഷ് ബദറെ, ഈ വിഷ്ണു വീര്യത്തെ ജലത്തോട് ചേർത്ത് വീര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ബീജമാണോ? അതെ. ആ ഓക്കെ, അത് ആ രീതിയിലൊന്ന് വിശദീകരിക്കണം, എന്ന് ബ്രാക്കറ്റിൽ ബീജം എന്ന് പറയണമേ. അജേഷ് ബദറെ, ഈ ശിവന്റെ ലിംഗം പൊഴിഞ്ഞു പോകുന്നൊരു കഥയുണ്ടല്ലോ, അതെവിടെയത്? അത് നമ്മൾ അത് ഈ ഇന്നലെ വായിച്ചു. ശിവപുരാണത്തിൽ തന്നെ കിടപ്പുണ്ട്. അത് അതല്ലേ പൊഴിഞ്ഞു നമ്മൾ മറ്റേ പോകുന്നതല്ല. മറ്റേ വീട്ടിൽ അല്ലല്ല, കാണാൻ പോയത്. ജയ്സ ഒരു മിനിറ്റ്. അത് പൊഴിഞ്ഞു പോകുന്നതല്ല സംഭവം. അത് പൊഴിഞ്ഞു പോകുന്ന സംഭവമല്ല. അത് സൃഷ്ടാവിന്റെ ലിംഗത്തെ ശപിച്ച് താഴെ ഇടുന്നതാണ്.